ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഹീറോൻ്റെ പാഷൻ പ്രോ ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അതിനേക്കാൾ ഉപരി നമുക്ക് അതിൻ്റെ എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള വാറണ്ടിയിലുള്ള സർവീസും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്കതിൻ്റെ ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി ലൈനറൊക്കെ കിടക്കണേ, പുതിയ ലൈനറാണ് കിടക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഹബ്ബൊക്കെ ആയാലും നമ്മൾ ക്ലിയർ ചെയ്തേർന്നതാണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതേപോലെ ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം ലെവലിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളാം, കുറച്ചുകൂടി ഓടാനുണ്ട്. പിന്നെ അതേപോലെ ചെയിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ചെയിൻ ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്ത് പോയേക്കാം. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ കാർബറേറ്റർ ട്യൂണിങ്ങിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്തിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഓയിൽ പമ്പിങ് കാര്യങ്ങളൊക്കെ ക്ലിയറാണ്. എഞ്ചിനുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻസുകളോ കാര്യങ്ങളോ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കിയായിരുന്നു, വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ഓയിൽ ലീക്കൊന്നുമില്ല. അതേപോലെ തന്നെ എഞ്ചിൻ സൗണ്ട് വേരിയേഷനോ കാര്യങ്ങളോ ഇല്ല. ട്യൂണിങ്ങിൻ്റെ കേസോ ഒക്കെയാണ്. ബാക്കിത്തെ വേറെ പ്രോബ്ലം ഒന്നുമില്ല അത് എഞ്ചിനുമായി ബന്ധപ്പെട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ കട്ടായി പോയിട്ടുണ്ട്, അതിൻ്റെ ഇന്നർ പൊട്ടിയതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടാം. കാരണം നമ്മുടെ മെയിൻ്റനൻസുകളെല്ലാം തന്നെ വന്നത് കിലോമീറ്റർ ബേസ് ചെയ്തുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് അതിൻ്റെ കിലോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തേണ്ട അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനും അത്യാവശ്യം ഉണ്ട് കേട്ടോ. ടയറൊന്നും വേറെ കുഴപ്പമില്ല. ഫ്രണ്ട് ഫോർക്ക് സൈഡായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് വീലും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് വിടണം. പിന്നെ അതിൻ്റെ സ്വിച്ച് ഐറ്റംസ്, സ്വിച്ച്, ഇൻഡിക്കേറ്റർ, ഹോണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അത് നോക്കി അത് കൂട്ടത്തിൽ അത് ക്ലിയർ ചെയ്യും. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലത്തെ മിററിൻ്റെ കേസ്, മിറർ കറക്റ്റ് അല്ല, ഇടയ്ക്കിടയ്ക്ക് ഈ തിരിഞ്ഞു പോകുന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. അത് ഈ മോഡൽ മിററിന് വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. ലെഫ്റ്റ് സൈഡാണ്, എന്നാൽ പോലും അത് ഡാമേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അതേപോലെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി പുതിയ ബാറ്ററി ഇരിക്കണേ, 2024 മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ. വാറണ്ടിയിലുള്ള ബാറ്ററിയാണ്, കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും നമുക്ക് സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് ഇൻക്ലൂഡാണ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഒന്ന് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. വോൾട്ട് 13.14 വരെ വന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും നിലവിൽ ഓക്കെ ആയിട്ടേ കാണിക്കുള്ളൂ. പുതിയ ബാറ്ററിയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അതിൻ്റെ വന്നേക്കണ വർക്കുകളും അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. മെയിനായിട്ട് നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറാം, അതിൻ്റെ ഓയിൽ ബോൾട്ട് വാഷ് ഓറിക്കും കൂട്ടത്തിക്കൂടെ മാറ്റും. അതേപോലെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ മാറാം. പിന്നെ ആ ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. അതുണ്ടെങ്കിൽ വേണമെങ്കിൽ അതും കൂടി അവൈലബിൾ ആണോ നോക്കട്ടെ, ഉണ്ടോ നോക്കട്ടെ. പുതിയ മോഡലാണ്, ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതും കൂടി മാറ്റിയിടാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ കാലത്തിന് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നേരത്തെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.